അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക ഉണ്ടല്ലോ, ആ വെള്ളരിക്ക വെച്ചിട്ട് നമ്മളൊരു കറിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം വെള്ളരിക്ക എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും പച്ചടിയോ അല്ലെങ്കിൽ കിച്ചടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ല, നല്ല അടിപൊളി എരിയും പുളി എല്ലാം ഒക്കെ ഉള്ള ഒരു അടിപൊളി കറിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റപ്പാക്കി റെഡിയാക്കി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ പരിപാടികൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് വെള്ളരിക്ക അരിഞ്ഞ് എന്താ പറയുക ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വലിപ്പമൊന്നും വേണ്ട, ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസ് ആക്കി എടുത്താൽ മതി. നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇപ്പുറത്തൊരു കൽച്ചട്ടിയിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ട വേറൊരു സാധനം എന്ന് പറഞ്ഞാല് ചെറിയൊരു കഷ്ണം പുളിയാണ്. പുളിയാട്ടോ, ഇത് വാളംപുളിയാണ്. അതെ, നമ്മുടെ എന്താ പറയുക കുടംപുളിയല്ല, വാളംപുളി. അപ്പൊ ഇതിലേക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് നമുക്കൊന്ന് ഞെരടി അത് വെച്ചേക്കാം. എന്നിട്ട് വേണം നമുക്ക് ആദ്യത്തെ പരിപാടികളിലേക്ക് കിടക്കാനായിട്ട്. അപ്പൊ നമ്മുടെ വെള്ളം ആ സമയം കൊണ്ട് ചൂടായി വരികയും ചെയ്യും. അപ്പൊ ഇതൊന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. ഈ വെള്ളം തിളച്ചിട്ട് നമുക്കിനി ബാക്കി പഠിപ്പിക്കാം. നമ്മൾ തിളയ്ക്കാൻ വെച്ച വെള്ളം നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളച്ച് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച കഷ്ണം അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാതെ. കാര്യം ഇതിലോട്ട് പുളി ഒന്ന് പിടിക്കണം, അതിന് വേണ്ടിയാണ് നമ്മൾ പുളിവെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ഇരുന്നത് ചെറുതായിട്ടൊന്ന് ഒന്ന് വേഗണം. ആ സമയത്തേക്ക് നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെക്കാം. ഇനി ബാക്കി നമ്മുടെ പരിപാടി നമ്മുടെ ഈ ചീനച്ചട്ടിക്കകത്താണ്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ച് ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് നമുക്കുണ്ടല്ലോ കുറച്ച് സാധനം നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. വറുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതാക്കണ്ട, അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മളിത് കുറച്ച് മുഴുവൻ നമ്മുടെ മല്ലിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുളകെന്ന് വെച്ചാൽ നമ്മുടെ കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കളറും പിന്നെ നമ്മുടെ ഈ കറിക്ക് ഒരു കൊഴുപ്പും കൂടെ വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ കാശ്മീരി മുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഞെട്ട് നമ്മൾ വറുത്തിട്ട് കളഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് ഇതൊന്ന് ഞെട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇത് നമ്മുടെ ചീനച്ചട്ടി ഇത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ഇത് അതിൻ്റെ ആ ഒരു എന്താ പറയുക കടകടാന്ന് നിൽക്കുന്ന ആ ഒരു ഇതിൽ വേണം, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ നമ്മുടെ വെള്ളരിക്കായും ഒന്ന് വെന്ത് റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ അപ്പോൾ ഇത് മൂക്കട്ടെ കേട്ടോ. നമ്മുടെ മുളകും മല്ലിയും നമ്മുടെ കടുകും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ നമ്മുടെ വെള്ളരിക്കായും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ചിരണ്ടി എടുത്ത നമ്മുടെ തേങ്ങയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഈ മുളകിൻ്റെ പരുവ് മുഴുവനാവുന്നതിന് മുമ്പ് തന്നെ ഇത് ഒരുപാട് അങ്ങ് മൂക്കുന്നതിന് മുമ്പ് ഇടണം. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എണ്ണയും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് തേങ്ങ ഒത്തിരി അങ്ങ് വറുത്ത പോലെ ആവുമൊന്നും വേണ്ട, അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറിക്കിടണം, അത്രേ ഉള്ളൂ. അത്ര കാര്യങ്ങളുണ്ട്. നമുക്കിത് പെട്ടെന്നൊന്ന് ഇളക്കിയെടുത്ത് റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ബാക്കി പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇതെല്ലാം വെന്ത് റെഡിയായോണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്തോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അനുസാരികൾ എല്ലാം റെഡി ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം, അപ്പൊ ഈ സ്റ്റൗ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, കാരണം ഇതിന് നല്ല ചൂടല്ലേ. അപ്പൊ ആ ഒരു ഇതിന് മഞ്ഞൾപ്പൊടിന്റെ പച്ചപ്പൊക്കെ മാറിപ്പോയി. അപ്പൊ ഇത്രയുള്ള ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് ഒന്നെങ്കിൽ മാറ്റി ഫാനിന്റെ അടിയിലോട്ട് വെക്കുക, എന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇതൊക്കെ തണുക്കുള്ളൂ. അപ്പൊ അതേ നമ്മുടെ സംഭവം നല്ല വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഉപ്പൊക്കെ നമുക്ക് ഇനി ഇതെല്ലാം ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുത്ത് ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ തേങ്ങയും മുളകും കാര്യങ്ങളും എല്ലാം നല്ല തണുത്ത് സെറ്റപ്പായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലിട്ടിട്ട് ഒരു സ്വല്പം വെള്ളം ഒരുപാട് വെള്ളം ചേർക്കരുത്, ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആവുകയും ചെയ്യരുത്, ഒരു മീഡിയം രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ ഇത് അരച്ച് നല്ല റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്വല്പം വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ അരച്ചെടുത്ത്
നമുക്ക് ഈ മിക്സി ഉണ്ടല്ലോ ഒന്ന് കഴുകി അതും കൂടെ അങ്ങ് നമുക്കങ്ങ് ഒഴിക്കാം. അപ്പോൾ അന്നേരം നമുക്ക് അത്യാവശ്യം ഇതിനുള്ളൊരു ഗ്രേവി കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളെല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി തീ ഒരുപാട് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ ഉപ്പ് ഇതുവരെ നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനിയും ഒരുപാടങ്ങ് തീ അങ്ങ് കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി സംഭവം. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇവിടെ നമ്മുടെ ചീനിച്ചട്ടി വീണ്ടും നമ്മൾ ചൂടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വല്പം എണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു കടുകൊന്ന് വറുത്തെടുക്കണം. നമ്മളിപ്പോഴാണ് ഇതിൻ്റെ അത് ഒരു അല്പം എണ്ണ ഒഴിക്കുന്നത്. ഇതുവരെ നമ്മൾ എണ്ണയും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. കടുക് വറുക്കാൻ താല്പര്യമില്ലെങ്കിൽ കടുകും വറുക്കാം കേട്ടോ, അങ്ങനെ ചെയ്യണമെന്നില്ല. കാര്യം കടുക് വറുത്ത് കഴിഞ്ഞാൽ കറി കാണാനും ഒരു ഭംഗിയാണ്, പിന്നെ ടേസ്റ്റും. അപ്പോൾ നമ്മൾ സാധാരണ കടുക് വറക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും എന്താ പറയുക അതിൻ്റെ കൂടെ നമ്മൾ വറ്റൽമുളകും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ മുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് അധികം നമ്മൾ പിന്നെ എന്താ പറയുക എരി കാണും. കാശ്മീരി മുളകാണ് എങ്കിലും അത്യാവശ്യം എരിവുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ മുളക് എടുത്തിട്ടില്ല. നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എണ്ണയും ചൂടായിക്കട്ടെ. ആ സമയത്ത് നമുക്ക് കടി ഇട്ടിട്ടുണ്ടോ ചൂടായി നമ്മൾ ചിലവിടെയാണ് കുറച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ആദ്യം ഉള്ളി ഇട്ട് കൊടുത്താൽ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കാര്യം വെച്ചാൽ നമ്മൾ ഈ കറിവേപ്പില കഴുകിയ വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ തെറിക്കുക. അതുകൊണ്ട് നമുക്ക് റെഡിയാക്കി മൂത്ത റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല മണമാണ് ഈ സാധനം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇതുപോലെ ഈ വെള്ളരിക്ക കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, നമ്മളെപ്പോഴും പച്ചടിയും കിച്ചടിയും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് സ്വല്പം ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് സംഭവം. അപ്പം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞത് ചെയ്തവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുതിയ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things